വെൽക്കം ടു FS കുക്കറി വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കലക്കി പൊറോട്ടയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി മാവിൻ്റെ എല്ലാ വശത്തും മുട്ട എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. നമ്മുടെ വീഡിയോസ് എല്ലാം ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുള്ള മാവല്ല, നമ്മുടെ ദോശമാവൊക്കെ ഇല്ലേ അതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്ന ആ ഒരു പരുവാണ് നമ്മുടെ മാവിന് വേണ്ടത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കണം. എനിക്കിവിടെ 1/4 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂണും കൂടെ ആയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും വ്യത്യാസം വരും എടുക്കുന്ന മാവ് അനുസരിച്ച്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കുക. ഇനി ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുന്നുണ്ട്. ഇതില്ലാത്തവർ ഒരു കവർ എടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാനൊരു ഗ്ലാസ്സിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നേരത്തെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഇതിനകത്തോട്ട് പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്ക് സൈഡ് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. മാവ് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ അടുപ്പത്തോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു തുമ്പറ്റം കട്ട് ചെയ്ത് കൊടുക്കണേ. ഇല്ലെന്നുണ്ടെങ്കിൽ മാവ് ഇങ്ങനെ ഒലിച്ച് പൊക്കോണ്ടിരിക്കും. അതുകൊണ്ടാണ് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അത് കട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. എന്നിട്ട് പാൻ നന്നായിട്ട് ഗ്രീസ് ചെയ്യുക ഓയിൽ വെച്ചിട്ട്. അതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. 1-2 മിനിറ്റ് മാത്രം മതി ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട്. ഈ പൊറോട്ടയുടെ ഒരു സൈഡ് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴേക്കും ഇതുപോലത്തെ ഗോൾഡൻ കളർ ആയിട്ടുണ്ടാവും നമ്മുടെ പൊറോട്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ ഈസി ആയിട്ട് വർക്കിംഗ് ലേഡീസിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തേക്കുക. ഇപ്പോൾ ഏത് കൊച്ചു കുട്ടികൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊറോട്ട റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു പൊറോട്ട കഴിക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറക്റ്റായിട്ടുള്ളൊരു പൊറോട്ടയുടെ റെസിപ്പി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഒതൻറ്റിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പൊറോട്ടയുടെ അത്രയും ടേസ്റ്റ് വന്നിട്ടില്ല. ഏകദേശം അതിൻ്റെ ഒരു 60% ടേസ്റ്റ് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ട തന്നെയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു പൊറോട്ട കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.